ഇപ്പോൾ കലാഭവൻ മണിയുടെ മൃതദേഹം ഇപ്പോൾ എത്തിക്കുകയാണ്. അതിൻ്റെ ദൃശ്യം. പ്രജീഷ്, കലാഭവൻ മണിയുടെ മൃതദേഹം പൊതുദർശനത്തിനായി സംഗീത നാടക അക്കാദമി പരിസരത്ത് ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമായി ആയിരക്കണക്കിന് ആളുകളാണ് അക്കാദമി പരിസരത്ത് തടിച്ചുകൂടിയിരുന്നത്. പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ സാധാരണക്കാരും പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ കാത്തുനിന്ന് ഏറെ മണിക്കൂറുകളായി കാത്തുനിന്ന ശേഷം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അകത്തേക്ക് പൊതുദർശനത്തിനായി എത്തിച്ച ശേഷം ഇപ്പോൾ ആളുകൾ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചലച്ചിത്ര രംഗത്ത് നിന്ന് നടൻ ജയറാം, KPSC ലളിത, ശിവജി ഗുരുവായൂർ, ജയരാജ് വാര്യർ, ലിഷോയ്, സംവിധായകൻ പ്രിയനന്ദനൻ, VK ശ്രീരാമൻ എന്നിവരാണ് പ്രമുഖ നടന്മാരായി ചലച്ചിത്ര രംഗത്ത് നിന്ന് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തു നിന്നും മറ്റ് കലാകായിക സാമൂഹ്യ രംഗങ്ങളിൽ നിന്നുള്ള ആളുകളും ഇപ്പോൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ഇപ്പോൾ കാത്തു നിൽക്കുകയാണ്. ഏതായാലും രാവിലെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ സംഗീത നാടക അക്കാദമിയിൽ എത്തിച്ചത്. പോസ്റ്റ്മോർട്ടം പൂർത്തിയായ ശേഷം അവിടെ ആശുപത്രിയിൽ അദ്ദേഹത്തിനായി കാത്തുനിന്ന അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി അദ്ദേഹത്തെ അവസാനമായി കാണുവാനായി കാത്തുനിന്നിരുന്ന ആളുകൾക്ക് വേണ്ടി മെഡിക്കൽ കോളേജ് പരിസരത്ത് പൊതുദർശനം ഏർപ്പാടാക്കിയിരുന്നു. ഇതിനു ശേഷമാണ് ഇപ്പോൾ നിശ്ചയിച്ചിരുന്നതിലും 1 മണിക്കൂർ വൈകി അക്കാദമി പരിസരത്ത് പൊതുദർശനം ആരംഭിക്കാൻ സാധിച്ചത്. ഏതായാലും ഇപ്പോൾ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഓരോരുത്തരായി അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ച് അദ്ദേഹത്തെ അവസാനമായി കണ്ട് മടങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാവുന്നത്. പ്രത്യേകിച്ച് സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ അദ്ദേഹത്തെ കാണുന്നതിനായി അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി ഏറെ നേരമായി മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന അവസ്ഥയുണ്ടായി. അവരെല്ലാം അക്ഷമയോടുകൂടി തന്നെ മൃതദേഹം പൊതുദർശനത്തിന് എത്തിച്ച വേളയിൽ തന്നെ ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമവും നടക്കുന്നു. തിരക്ക് നിയന്ത്രണാതീതമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അത്തരത്തിൽ പോലീസിൻ്റെ കൂടി സഹായം തേടിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ അക്കാദമി പരിസരത്ത് ഉണ്ടായിരിക്കുന്ന ഈ വലിയ തിരക്കിനെ നേരിട്ടുകൊണ്ട് അല്ലെങ്കിൽ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രമുഖർ ഓരോരുത്തരായി തങ്ങൾ കലാഭവൻ മണിയെ അവസാനമായി കണ്ട് തങ്ങളുടെ അന്തിമ ഉപചാരങ്ങൾ അർപ്പിച്ച് ഓരോരുത്തരായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാനാവുന്നത്. അദ്ദേഹം പ്രത്യേകിച്ച് ചാലക്കുടിക്കാരുടെ ഒരു വികാരമായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് നാട്ടുകാരുമായി ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ നിന്ന് മാറി ഒരു താരജാടകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതിനും അവർക്കൊപ്പം നിൽക്കാനും അവരുടെ ബുദ്ധിമുട്ടുകൾക്കെല്ലാം മനസ്സിലാക്കി അവർക്ക് അത്താണിയാകുന്നതിലെല്ലാം മുമ്പോട്ട് വന്നിരുന്ന അതിലെല്ലാം തൽപരനായിരുന്ന ഒരു നടൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യക്തിത്വത്തിൻ്റെ മടങ്ങിപ്പോക്ക് അദ്ദേഹത്തിൻ്റെ മരണത്തെ ഏത് രീതിയിലാണ് ആളുകൾ അതിനോട് പ്രതികരിക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ അവസാനമായി കാണുവാൻ കാത്തുനിന്നവരുടെ അക്ഷമയെ തുടർന്ന് അവർ ഇപ്പോൾ കൂട്ടമായി ഒരുമിച്ച് തന്നെ അക്കാദമി ഹാളിനുള്ളിലേക്ക് കടന്നു വന്ന് അദ്ദേഹത്തെ കാണുന്നതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരക്ക് നിയന്ത്രണാതീതമാകുന്ന ഒരു സാഹചര്യവുമുണ്ടായി. നിലവിൽ പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് അക്കാദമിക്കുള്ളിലെ തിരക്കുകൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സാധാരണക്കാർക്കൊപ്പം തന്നെ ഇവിടെ കാത്തുനിന്ന നടൻ ജയറാം, അതുപോലെ തന്നെ KPSC ലളിത തുടങ്ങിയ ചലച്ചിത്ര താരങ്ങളും അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം രാഷ്ട്രീയ നേതാക്കൾ പിണറായി വിജയൻ, മന്ത്രി CN ബാലകൃഷ്ണൻ തുടങ്ങിയുള്ള രാഷ്ട്രീയ നേതാക്കളും അന്തിമോപചാരം അർപ്പിച്ച് കടന്നു പോകുന്ന കാഴ്ചയാണ്. പ്രത്യേകിച്ച് KPSC ലളിതയെ പോലുള്ള ആളുകൾ കലാഭവൻ മണിയുമായി സ്വന്തം മകനുമായുള്ള ആത്മബന്ധത്തിന് സമാനമായ രീതിയിലാണ് അത്തരത്തിലൊരു ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വികാരനിർഭരമായ ചില കാഴ്ചകൾക്കും അക്കാദമി പരിസരം ഇപ്പോൾ വേദിയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ തിരക്കിനിടയിലും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് പരമാവധി ആളുകൾക്ക്
അദ്ദേഹത്തെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ചെയ്തിരുന്നുവെങ്കിലും ഏതായാലും ഇപ്പോൾ ഇത്രയേറെ ആളുകൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അക്കാദമി പരിസരത്തേക്ക് കടന്നു വരികയും പൊതുദർശനം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തിരക്ക് വളരെ നിയന്ത്രണാതീതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുന്നു. പ്രത്യേകിച്ച് സാധാരണക്കാർ ഉൾപ്പെടെ അദ്ദേഹം നേരിട്ട് വ്യക്തിബന്ധം പുലർത്തിയിരുന്ന ചാലക്കുടിയിൽ നിവാസികളായിട്ടുള്ള ആളുകൾ ചാലക്കുടിയിലും പൊതുദർശനം ഉണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തെ ഒരിക്കൽ കൂടി കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടന്ന ആശുപത്രിയിൽ പിന്തുടർന്നെത്തിയവരും അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയെ അനുഗമിച്ച് എത്തിയിട്ടുള്ള ആളുകളും എല്ലാം തന്നെ ഇപ്പോൾ അക്കാദമി പരിസരത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരും തന്നെ ഇപ്പോൾ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി 10ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഓട്ടോറിക്ഷ തൊഴിലാളിയായി ജീവിതം പുലർത്തിക്കൊണ്ടിരുന്നതിനിടയിലാണ് അദ്ദേഹം മിമിക്രി കലാകാരനായി കലാരംഗത്തേക്ക് കടന്നു വരുന്നത്. തുടർന്ന് ഫാദർ ആബേലിൻ്റെ നേതൃത്വത്തിലുള്ള കൊച്ചിൻ കലാഭവനിൽ അദ്ദേഹം എത്തിപ്പെടുന്നത് മുതലാണ് ഒരു യഥാർത്ഥ കലാകാരനായുള്ള രൂപമാറ്റം സംഭവിക്കുന്നത്. അവിടെ വെച്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പമുള്ള കലാഭവൻ എന്ന പേരും അദ്ദേഹത്തിന് ലഭിക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് കലാഭവൻ മണി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. തുടർന്ന് മിമിക്രി രംഗത്തിലൂടെ തന്നെ ചലച്ചിത്ര രംഗത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ വളർച്ച അദ്ദേഹത്തിന് എത്തിപ്പിടിക്കാനാവുന്നതിൻ്റെ പരമാവധി ഉയരത്തിൽ എത്തിപ്പിടിച്ച് പേരും പ്രശസ്തിയും എല്ലാം നേടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവും തന്മയത്വമാർന്ന അഭിനയവും പാഠവും എല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം വിടവാങ്ങുന്നത് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് അമ്പിളി സംവിധാനം ചെയ്ത സമുദായം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. ഏറെ ശ്രദ്ധേയമായിരുന്നില്ല ഈ സമുദായത്തിലെ അദ്ദേഹത്തിൻ്റെ വേഷമെങ്കിലും തുടർന്ന് അക്ഷരം എന്ന സിനിമയിലെ ഓട്ടോ ഡ്രൈവറുടെ കഥാപാത്രത്തിലൂടെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളിലേക്ക് എത്തി തുടങ്ങി. തുടർന്ന് സല്ലാപം എന്ന ചിത്രത്തിലെ ചെത്തുതൊഴിലാളിയുടെ വേഷത്തിലൂടെയാണ് അദ്ദേഹം കേരളക്കരയിലെ ഓരോ മലയാളികളുടെയും മനസ്സിലേക്ക് അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടുന്ന ഒരു താരമായി ഉയർന്നു വരുന്നത്. തുടർന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ പ്രയാണം ചലച്ചിത്ര മേഖലയിലെ നടൻ എന്ന രീതിയിലുള്ളൊരു പ്രയാണം ആരംഭിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് സ്വാഭാവിക അഭിനയത്തിൻ്റെ ഒരു തനിമയാർന്ന ഒരു സ്വരൂപം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ കാണാൻ സാധിച്ചത്. നായകനായും സഹനടനായും ഹാസ്യതാരമായും പ്രതിനായകനായും എല്ലാം തന്നെ അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വേഷങ്ങളും കൈകാര്യം ചെയ്യാനാവുന്ന വിധം അദ്ദേഹം തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാവുന്ന രീതിയിലുള്ള വേഷങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രതിനായകനായെല്ലാം തന്നെ അദ്ദേഹം അത്തരത്തിൽ പ്രതിനായകനുള്ള സംസ്ഥാന പുരസ്കാരം വരെ നേടിയിട്ടുള്ള നടന്മാരുടെ ശ്രേണിയിലേക്ക് ഉയർത്തപ്പെടാവുന്ന തരത്തിലുള്ള വേഷങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം നായകനായി അഭിനയിച്ചിട്ടുള്ള ചിത്രങ്ങൾ മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പം തന്നെ ഇടം പിടിക്കാവുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ, ആക്ഷൻ ചിത്രങ്ങൾ, അതുപോലെ തന്നെ ഉള്ള മറ്റ് ചിത്രങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും കരുമാടിക്കുട്ടൻ തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങൾ എല്ലാം തന്നെ ഓരോ മലയാളിയും കലാഭവൻ മണി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന വേഷങ്ങളാണ്. അത്തരത്തിലെല്ലാം മലയാളി മനസ്സിൽ തങ്ങി നിൽക്കാവുന്ന നൂറുകണക്കിന് വേഷങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് കലാഭവൻ മണി പോകുന്നത്. മണി യാത്രയാകുമ്പോഴും മണിയുടെ കഥാപാത്രങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ മായാതെ നിലനിൽക്കും എന്ന ഒരു അഭിപ്രായം തന്നെയാണ് അദ്ദേഹത്തിന് ഉപചാരം അർപ്പിക്കാനായി എത്തിയിരിക്കുന്ന ഓരോരുത്തർക്കും പങ്കുവയ്ക്കാനുള്ളത്. പ്രത്യേകിച്ച് അദ്ദേഹം ചാലക്കുടിക്കാരുമായി, സ്വന്തം നാട്ടുകാരായ ചാലക്കുടിക്കാരുമായി ഏറെ ആത്മബന്ധം പുലർത്തുന്ന വ്യക്തിയായിരുന്നു. ആദ്യഘട്ടത്തിൽ അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിൽ തന്നെ വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കടന്നുവരവ്. സ്വന്തം അധ്വാനത്തിലൂടെയും കഠിന പ്രയത്നത്തിലൂടെയും എല്ലാം തന്നെ അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളിയിൽ നിന്ന് ഒരു ചലച്ചിത്ര നടനിലേക്ക് മാറുമ്പോൾ അത്തരത്തിലൊരു താരചാടയോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഒരു തലക്കനമോ ഒന്നും വിചാരിക്കാതെ ആദ്യഘട്ടത്തിൽ ഓട്ടോ തൊഴിലാളിയായിരുന്ന ഘട്ടത്തിൽ ഏത് തരത്തിലായിരുന്നു അദ്ദേഹം സാധാരണക്കാരുമായി ഇടപെട്ടിരുന്നത്, അതേ തരത്തിൽ തന്നെ സിനിമാ താരമാകുമ്പോഴും ഇടപെടുന്നതിനായി അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയിരുന്നു. ആ തരത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെയുള്ള സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ അതീവ ശ്രദ്ധ ചെലുത്താനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു.
അതോടൊപ്പം സഹപ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകരാനും അവരുടെ ദുഃഖങ്ങളിലെല്ലാം തന്നെ ഒപ്പം നിൽക്കാനും മുൻകൈയെടുക്കുന്ന ഒരു നടനായിരുന്നു കലാഭവൻ മണി. പ്രത്യേകിച്ച് നമ്മളോട് സംസാരിച്ച ഇന്നസെന്റ് എം പി രോഗം മൂലം ഏറെ അവശത അനുഭവിച്ച കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ഏറ്റവും പിന്താങ്ങുകയും അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകുകയും ചെയ്ത നടനാണ് കലാഭവൻ മണി എന്ന് ഇന്നസെന്റ് എം പി നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ആത്മവിശ്വാസം പകരാനും അതുപോലെ തന്നെ ഒപ്പം നിൽക്കാനും ചികിത്സാ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും എല്ലാം തന്നെ അദ്ദേഹം മുൻകൈയെടുത്തു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ മറയില്ലാതെ തുറന്നു പറയാനും കലാഭവൻ മണിക്ക് മടിയുണ്ടായിരുന്ന ഒരാളായിരുന്നില്ല. തൻ്റെ തനിക്കൊരു പക്ഷമുണ്ടെന്നും അത് വ്യക്തമായ ഇടതുപക്ഷമാണെന്നും എന്നാൽ അതിനെല്ലാം തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റി നിർത്തി എല്ലാവരോടും ഒരേ രീതിയിൽ തന്നെ ഇടപെടാൻ താൻ ശ്രമിക്കും എന്ന തലത്തിലുള്ള ഒരു മറുപടിയായിരുന്നു അദ്ദേഹം എല്ലാ ആൾക്കാരോടും കാത്തു സൂക്ഷിച്ചിരുന്നത്. ഏതായാലും അത്തരത്തിലുള്ള എല്ലാം തന്നെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് ഉള്ള ആളുകൾ ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി രംഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും തിരക്ക് നിയന്ത്രണാതീതമായ സാഹചര്യത്തിൽ പുറത്തുനിന്ന് അദ്ദേഹത്തെ കാണാനായി ഇടിച്ചു കയറുന്ന സാധാരണക്കാർ, ഓട്ടോ തൊഴിലാളികളും ചാലക്കുടിയിലെ സാധാരണ കച്ചവടക്കാരും മത്സ്യ വിൽപ്പനക്കാരും ഒക്കെ ഉൾപ്പെടുന്ന സാധാരണ സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും മൃതദേഹം പൊതുദർശനത്തിന് ശേഷം ചാലക്കുടിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ പുറത്തുനിന്നുള്ള ആളുകൾക്ക് അകത്ത് കടക്കുന്നതിൽ ചെറിയ നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. സാധാരണക്കാരായ ആളുകൾക്ക് ചാലക്കുടിയിലും ചാലക്കുടി നഗരസഭാ പരിസരത്തും കൂടുതലായി അദ്ദേഹത്തെ കാണാനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമായി സൗകര്യം ഏർപ്പെടുത്തുമെന്നുള്ള ഉറപ്പ് പോലീസ് നൽകുന്നുണ്ട്. എന്നാലും രാവിലെ മുതൽ തന്നെ കലാഭവൻ മണിക്ക് തങ്ങളുടെ പ്രിയ താരത്തിന് തങ്ങളുടെ സഹോദരനെ പോലെ കരുതുന്ന തങ്ങളുടെ അത്രയ്ക്ക് ആത്മബന്ധം പുലർത്തുന്ന കലാകാരന് തങ്ങളുടെ സ്വന്തം നാട്ടുകാരന് ചാലക്കുടിയുടെ വികാരമായ കലാഭവൻ മണിയെ അവസാനമായി കാണുവാനും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനുമായി എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അക്ഷമരായി പുറത്ത് തന്നെ തുടരുകയാണ്. അവർ ഓരോരുത്തരായി അവരെ അകത്തേക്ക് കടത്തി വിട്ടുകൊണ്ട് ഇപ്പോൾ തിരക്ക് നിയന്ത്രണ വിധേയമായി എന്ന് തന്നെ പറയാം. എന്നാലും പുറത്തു നിന്നുള്ള ആളുകൾ ഇനിയും അദ്ദേഹത്തെ കാത്തുനിന്ന് അദ്ദേഹത്തെ കണ്ടേ മടങ്ങൂ, അദ്ദേഹത്തിന് തങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചേ മടങ്ങൂ എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെ പുറത്തു നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ചലച്ചിത്ര രംഗത്ത് നിന്നെത്തിയ ജയറാം, KPSC ലളിത, ശിവജി ഗുരുവായൂർ, ജയരാജ് വാജ്രേർ, ലിഷോയ് പ്രിയനന്ദനൻ, VK ശ്രീരാമൻ, അതുപോലെ ചലച്ചിത്ര താരം ഇർഷാദ് തുടങ്ങിയ ആളുകൾ എല്ലാം തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് പുറത്തേക്ക് പോയി. അതുപോലെ പിണറായി വിജയൻ, മന്ത്രി CN ബാലകൃഷ്ണൻ, MLA മാർ, ജില്ലയിലെ ഇടത് വലത് MLA മാർ എല്ലാം തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് കടന്നു പോയിരിക്കുന്നു. പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് കടന്നു പോയിരിക്കുന്നു. ഇപ്പോൾ ചാലക്കുടിയും അദ്ദേഹത്തിൻ്റെ തൃശ്ശൂരും ചാലക്കുടിയിലുമായി അദ്ദേഹത്തിൻ്റെ ആരാധകരും അദ്ദേഹത്തിന് ആത്മബന്ധമുണ്ടായിരുന്ന സാധാരണക്കാരും അദ്ദേഹത്തെ പ്രത്യേകിച്ച് ചാലക്കുടിക്കാർ അദ്ദേഹത്തെ മണിച്ചേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു ആത്മബന്ധം പുലർത്തുന്ന ആളുകളാണ് ഉള്ളത്. അത്തരത്തിൽ തങ്ങളുടെ മണിച്ചേട്ടനെ അവസാനമായി കാണാനും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനുമായി ആയിരക്കണക്കിന് ആളുകൾ, സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകളാണ് മണിക്കൂറുകളോളം കാത്തുനിന്ന് ഇപ്പോൾ ഓരോരുത്തരായി അകത്തേക്ക് കയറി തങ്ങളുടെ പ്രിയ താരത്തിന്, തങ്ങളുടെ പ്രിയ സഹോദരന് അവസാനമായി കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രജീഷ്. ദിൽജിത്താണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മണിയുടെ പ്രിയനടൻ, മലയാളത്തിൻ്റെ പ്രിയനടൻ കലാഭവൻ മണിയുടെ മൃതദേഹം സംഗീത നാടക അക്കാദമിയിൽ തൃശ്ശൂരിൽ എത്തിച്ചു. ഇനി അവിടെ നിന്നാണ് ചാലക്കുടിയിലേക്ക്, ജന്മഗൃഹത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്. വിശദാംശങ്ങളാണ് തൃശ്ശൂരിൽ സംഗീത നാടക അക്കാദമിയിൽ നിന്നും ദിൽജിത്ത് നൽകിയത്.